الرحمن الرحيم. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين، أما بعد. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ما هي السلفية എന്ന ഗ്രന്ഥമാണ് നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്നത്. അബ്ദുല്ലാഹ് ബിൻ അബ്ദുർ റഹീം അൽ ബുഖാരി എന്ന ജീവിച്ചിരിക്കുന്ന പണ്ഡിതനാണ്. ഇന്ന് വായിക്കാൻ ഉദ്ദേശിക്കുന്നത് ഹുക്മു ഇത്തിബാഇ വൽ ഇന്തിസാബി ഇല സലഫിയ്യ. സലഫിയ്യത്ത് അംഗീകരിക്കുക, സലഫുകളെ പിൻപറ്റുക, ഖുർആനും ഹദീസും സലഫുകൾ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കുക എന്നതിൻ്റെ ഹുക്ം എന്താണ്? അതേപോലെ തന്നെ സലഫി എന്ന് ചേർത്ത് വിളിക്കുക, സലഫിയത്തിലേക്ക് ചേർക്കപ്പെടുക എന്നതിൻ്റെയും ഹുക്ം എന്താണ് എന്നുള്ളതാണ് ഇന്നത്തെ ചർച്ച. ഒരാൾ ചോദിക്കുകയാണ്, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് ഖുർആനും ഹദീസും നൽകി. ആ ഖുർആനും ഹദീസും ഞാൻ അംഗീകരിക്കുന്നു. എന്താണോ ഖുർആനിലുള്ളത് അത് ഞാൻ സ്വീകരിക്കുന്നു, എന്താണോ ഹദീസിലുള്ളത് അത് ഞാൻ സ്വീകരിക്കുന്നു. അത് മാത്രം പോലെ അതിനപ്പുറം സഹാബാക്കളെ നോക്കുന്നത് എന്തിനാണ്? സലഫുകളിലേക്ക് നോക്കുന്നത് എന്തിനാണ്? നമ്മുടെ മുൻഗാമികളിലേക്ക് നോക്കുന്നത് എന്തിനാണ് എന്നൊരാൾ ചോദിച്ചാൽ, ആ ഖുർആനും സുന്നത്തും അംഗീകരിക്കണം. ആ ഖുർആനും സുന്നത്തും മനസ്സിലാക്കുന്നതും അത് അംഗീകരിക്കുന്നതും സലഫുകൾ ചെയ്തതുപോലെ ആയിരിക്കണം. അല്ലാതെ ഓരോരുത്തരുടെയും ബുദ്ധിക്ക് എന്താണോ തോന്നുന്നത്, അവരുടെ ഇച്ഛകൾക്കനുസരിച്ച് എങ്ങനെയാണോ ഖുർആന്റെയും ഹദീസിന്റെയും വാക്കുകളെ അവർ വ്യാഖ്യാനിക്കുന്നത് അതാവില്ല. അങ്ങനെയാണെങ്കിൽ ദീന് ഓരോരുത്തരുടെയും ഇഷ്ടത്തിനും അവരുടെ സാഹചര്യങ്ങൾക്കും അനുസരിച്ചായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ നിർബന്ധമായി പറയുന്നത് ഖുർആനും സുന്നത്തും മനസ്സിലാക്കേണ്ടത് സലഫുകൾ മനസ്സിലാക്കിയതുപോലെയാണ്. ഇല്ലെങ്കിൽ ഓരോരുത്തരും ഖുർആന്റെ ആയത്ത് ഓതും, അവർക്ക് എന്താണോ അതിൽ നിന്ന് മനസ്സിലാകുന്നത് അവരുടെ വാദങ്ങൾക്കനുസരിച്ച് അവർ അതിനെ വ്യാഖ്യാനിക്കും. ഹദീസ് പറയും, എന്താണോ അവരുടെ ഇച്ഛക്കനുസരിച്ച് അവർക്ക് തോന്നുന്നത് അതവർ അർത്ഥം വെക്കും. അപ്പൊ ഓരോരുത്തരുടെയും താല്പര്യങ്ങൾക്കനുസരിച്ചായിരിക്കും ദീന്. അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് സലഫു സ്വാലിഹീങ്ങൾ എങ്ങനെയാണോ ഖുർആനെയും ഹദീസിനെയും മനസ്സിലാക്കിയത് ആ രീതിയിൽ നാം മനസ്സിലാക്കണം എന്ന് പറയുന്നു. وقال شيخ الإسلام ابن القيم رحمه الله في بدائع الفوائد. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ ബദാഇഉൽ ഫവായിദ് എന്ന ഗ്രന്ഥത്തിൽ കുറെ കാര്യങ്ങൾ ഇങ്ങനെ എണ്ണി പറയുന്നിടത്ത് അദ്ദേഹം പറഞ്ഞു, മാ ഹുവ സിറാത്തുൽ മുസ്തഖീം. എന്താണ് സിറാത്തുൽ മുസ്തഖീം എന്നൊരാൾ ചോദിച്ചാൽ, ഫനദ്കുറു ഫീഹി ഖൗലൻ വജീസൻ. അതിലേറ്റവും ചെറിയ ലഘുവായ രൂപത്തിൽ നാം അതിന് മറുപടി പറയും. فإن الناس تنوعت عباراتهم فيه وحقيقته شيء واحد. പല പണ്ഡിതന്മാരും പല രീതിയിലാണ് സിറാത്തുൽ മുസ്തഖീം എന്ന അല്ലാഹുവിൻ ഖുർആന്റെ ആയത്തിന് വ്യാഖ്യാനം പറഞ്ഞത്. അതെല്ലാം ഒരുമിച്ച് കൂട്ടി നമുക്ക് ഒറ്റ കാര്യം പറയാൻ കഴിയും. എന്താണത്? ത്വരീഖുല്ലാഹിൽ ലദീ നസബഹു ലിഇബാദിഹി. സിറാത്തുൽ മുസ്തഖീം എന്ന് പറയുന്നത് അല്ലാഹു അവന്റെ അടിമകൾക്ക് കാണിച്ചു കൊടുത്തൊരു നേരായ മാർഗമാണ്. അതിന്റെ വലിപ്പം മനസ്സിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല
അവന്റെ അടിമകൾക്ക് ജീവിക്കാൻ ആവശ്യമായ ഒരു മാർഗം കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അതാണ് സിറാത്തുൽ മുസ്തഖീം അലാ അൽസുനി റുസുലിഹി. അതെങ്ങനെയാണ് മനുഷ്യരിൽ നടപ്പാക്കിയത്? പ്രവാചകന്മാരുടെ നാവിലൂടെയാണ് അത് മനുഷ്യരിൽ അള്ളാഹു നടപ്പാക്കിയത്, അടിമകളിൽ നടപ്പാക്കിയത്. വജഅലഹു മൂസിലൻ ലിഇബാദിഹി ഇലൈഹി. ആ മാർഗത്തെ, സിറാത്തുൽ മുസ്തഖീം എന്ന ആ മാർഗത്തെ അടിമകൾ അള്ളാഹുവിലേക്ക് എത്താനുള്ള ഒരു മാർഗമായിട്ട് അള്ളാഹു നിശ്ചയിച്ചു. അപ്പൊ അതിലൂടെ പോയാൽ മാത്രമേ അള്ളാഹുവിലേക്ക് എത്തുള്ളൂ, അഥവാ അള്ളാഹുവിന്റെ തൃപ്തിയിലേക്ക് എത്തുകയുള്ളൂ, സ്വർഗത്തിലേക്ക് എത്തുകയുള്ളൂ. മറ്റെല്ലാ മാർഗങ്ങളും വഴികേടാണ്. വലാ ത്വരീഖ ലഹും ഇലൈഹി സിവാഹു. ആ മാർഗമല്ലാത്ത മറ്റൊരു മാർഗം അടിമകൾക്ക് അള്ളാഹുവിലേക്ക് എത്താനില്ല. മറ്റേത് മാർഗത്തിലൂടെ പോയാലും അവന് വഴി പിഴക്കുന്നതാണ്, വഴി തെറ്റിപ്പോകുന്നതാണ്. ബൽ അത്തുറുഖു കുല്ലുഹാ മസ്ദൂദത്തുൻ ഇല്ലാ ഹാദാ. ഈ വഴി ഒഴിച്ച്, സിറാത്തുൽ മുസ്തഖീം എന്ന് പ്രവാചകന്മാരിലൂടെ അള്ളാഹു അടിമകൾക്ക് കാണിച്ചു തന്ന ഈ വഴി ഒഴിച്ച് മറ്റെല്ലാ മാർഗങ്ങളും അള്ളാഹുവിലേക്ക് എത്തുന്നതിൽ നിന്നും തടയപ്പെടുന്ന മാർഗങ്ങളാണ്. വഹുവ, ആ സിറാത്തുൽ മുസ്തഖീം എന്താണെന്ന് വിശദീകരിക്കാൻ, ഇഫ്റാദുഹു ബിൽ ഉബൂദിയ്യതി. ഇബാദത്തിൽ അള്ളാഹുവിനെ ഏകനാക്കുക, എല്ലാ ഇബാദത്തും അള്ളാഹുവിന് വേണ്ടി മാത്രമാക്കുക. ഒരു ചെറിയൊരു അംശം പോലും അള്ളാഹു അല്ലാത്ത മറ്റൊരാളിലേക്ക് തിരിക്കാൻ പാടില്ല, അത് ശിർക്കാണ്. അതുപോലെ തന്നെ വഇഫ്റാദു റസൂലിഹി ബിത്താഅ. പൂർണ്ണമായിട്ടും അനുസരിക്കാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മാത്രം തിരഞ്ഞെടുക്കുക. മറുത്തൊന്ന് ചോദിക്കാതെ, മറുത്തൊന്ന് ചിന്തിക്കാതെ, എന്താണോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത്, കാണിച്ചു തന്നത്, അതങ്ങ് അംഗീകരിക്കലും അതനുസരിക്കലും. മറ്റൊരാൾക്ക് അങ്ങനെയുള്ള അനുസരണമില്ല. ഫലാ യുശ്റകു ബിഹി അഹദൻ ഫീ ഉബൂദിയ്യതിഹി. അല്ലാഹുവിന്റെ ഇബാദത്തിൽ ഒരാളെയും പങ്കു ചേർക്കരുത്. വലാ യുശ്റകു ബിറസൂലിഹി അഹദൻ ഫീ താഅതിഹി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിക്കുന്നതിൽ ഒരാളെയും പങ്കു ചേർക്കരുത്. അത് വസ്തുവാകട്ടെ, വ്യക്തികളാകട്ടെ, അഭിപ്രായങ്ങളാകട്ടെ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിക്കുന്നതിനും ഇത്തിബാഅ് ചെയ്യുന്നതിനും ഒരാളെയും പങ്കു ചേർക്കരുത്. അല്ലാഹുവിന്റെ റസൂൽ ഒരു കാര്യം പറഞ്ഞ അത് അംഗീകരിക്കണം. അതിന് മറ്റൊരാളുടെ അഭിപ്രായം കൂടി സ്വീകരിച്ചിട്ടാണ് ആ അംഗീകാരം എന്നുള്ളത് പാടില്ല. മറ്റൊരാളും അത് ശരിയാണെന്ന് പറഞ്ഞിട്ടാണ് അല്ലാഹുവിന്റെ റസൂലിന്റെ നിയമം അവൻ സ്വീകരിക്കുന്നതെങ്കിൽ അവിടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ത്വാഅത്തിൽ അവൻ മറ്റൊരാളെ പങ്കാളിയാക്കി. അതല്ല സലഫിയത്ത്. അഥവാ വ്യക്തികൾക്ക് സ്ഥാനമില്ല, അവന്റെ ബുദ്ധിക്ക് സ്ഥാനമില്ല, നാട്ടുകാർക്ക് സ്ഥാനമില്ല, നാട്ടാചാരങ്ങൾക്ക് സ്ഥാനമില്ല, പൊതുബോധത്തിനും അവിടെ സ്ഥാനമില്ല. വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഹദീസിൽ, സഹീഹായ ഹദീസിൽ എന്താണോ സ്ഥിരപ്പെട്ടത് അത് അംഗീകരിക്കലും അനുസരിക്കലും സലഫിയത്ത് അംഗീകരിക്കുന്ന ഒരുവന്റെ മേൽ നിർബന്ധ ബാധ്യതയാണ്. فيجرد التوحيد ويجرد متابعة الرسول صلى الله عليه وسلم. അപ്പൊ എല്ലാ സംശയങ്ങളിൽ നിന്നും, എല്ലാ വൈകല്യങ്ങളിൽ നിന്നും തൗഹീദുള്ള അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നതിനെയും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിക്കുന്നതിനെയും ഒറ്റക്കാക്കുക, മറ്റെല്ലാ കാര്യങ്ങളും മാറ്റിവെക്കുക. ഈ രണ്ടായിരിക്കണം അവന്റെ മാർഗം. അതാണ് അസ്സിറാത്തുൽ മുസ്തഖീം എന്ന് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് വളരെ വ്യക്തമായിട്ട് പഠിപ്പിക്കുക. അടുത്ത് പറയാൻ, ഫബിനാഅൻ അലാ മാ സബഖ മാ ഹുക്മു ഇത്തിബാഇ സബീൽ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വസബീൽ അസ്ഹാബിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെയാണെങ്കിൽ ഇതാണ് സിറാത്തുൽ മുസ്തഖീം എങ്കിൽ അള്ളാഹുവിന്റെ റസൂലിന്റെ മാർഗവും അള്ളാഹുവിന്റെ റസൂലിന്റെ സഹാബാക്കളുടെ മാർഗവും പിൻപറ്റുന്നതിന്റെ ഹുക്ം എന്താണ്? ഖുർആൻ അംഗീകരിച്ചാ പോരെ, ഹദീസ് അംഗീകരിച്ചാ പോരെ? അത് വായിക്കുന്നു, ഞാൻ മനസ്സിലാക്കുന്നു, അതനുസരിച്ച് ഞാൻ അമൽ ചെയ്യുന്നു, അത് ഈ അപകടത്തിലേക്ക് ചെന്നെത്തും. അത് ഖുർആൻ ഞാൻ അംഗീകരിക്കുന്നു, ഖുർആന്റെ ആയത്തുകൾ ഞാൻ വായിക്കുന്നു, അത് ഓതുന്നു, പഠിക്കുന്നു,
ഏതുപോലെ സലഫുകൾ പഠിച്ചതുപോലെ, സലഫുകൾ മനസ്സിലാക്കിയതുപോലെ. അവിടെയാണ് സലഫിയത്തിന് നാം മുറുകെ പിടിക്കുക. അതല്ലാതെ ഒരാൾ സ്വന്തമായിട്ട് പഠിക്കുക, വായിക്കുക, മനസ്സിലാക്കുക, അവന്റെ ബുദ്ധിക്ക് യോജിക്കുന്നത് തിരിയുന്നത് അംഗീകരിക്കുക, അല്ലാത്തത് തള്ളുക, ബുദ്ധിക്ക് യോജിക്കാത്തത്, നാട്ടുകാർക്ക് പറ്റാത്തത് അത് മാറ്റിവെക്കുക, അതല്ല ദീൻ, അതല്ല സലഫിയത്ത്. وقد عقد الإمام ابن القيم رحمه الله فصلا نافعا في كتابه الفذ إعلام الموقعين. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ ഇഅ്ലാമുൽ മുവഖ്ഖിഈൻ എന്ന ഗ്രന്ഥം വളരെ പ്രസിദ്ധമായ ഗ്രന്ഥമാണ്. അദ്ദേഹം അതിൽ പറയാൻ عن وجوب اتباع الصحابة من السلف ونذكر طرفا من الأدلة فمن ذلك. അല്ലാഹുവിന്റെ റസൂലിന്റെ സഹാബാക്കളെ, മുൻഗാമികളായ സഹാബാക്കളെയും താബിഈങ്ങളെയും പിൻപറ്റൽ വാജിബാണ്. ഖുർആന്റെ ആയത്തുകൾ ഓതിയിട്ട് അവർ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കൽ, അവർ പറഞ്ഞതുപോലെ പറയൽ, അവർ അംഗീകരിച്ചതുപോലെ അംഗീകരിക്കൽ, അത് വാജിബാണ്. അതിന് അദ്ദേഹം കുറെ തെളിവുകൾ ഉദ്ധരിക്കാം. ആദ്യമായിട്ട് അദ്ദേഹം ഉദ്ധരിച്ച തെളിവ് وَإِنْ جَاهَدَاكَ عَلَىٰ أَنْ تُشْرِكَ بِي مَا لَيْسَ لَكَ بِهِ عِلْمٌ فَلَا تُطِعْهُمَا وَصَاحِبْهُمَا فِي الدُّنْيَا مَعْرُوفًا وَاتَّبِعْ سَبِيلَ مَنْ أَنَابَ إِلَيَّ ثُمَّ إِلَيَّ مَرْجِعُكُمْ فَأُنَبِّئُكُم بِمَا كُنتُمْ تَعْمَلُونَ. സൂറത്തുൽ ലുഖ്മാന്റെ 15-ാമത്തെ ആയത്താണ്. അല്ലാഹു പറയാം وَإِنْ جَاهَدَاكَ عَلَىٰ أَنْ تُشْرِكَ بِي مَا لَيْسَ لَكَ بِهِ عِلْمٌ. നിനക്ക് ഇൽമില്ലാത്ത വിഷയത്തിൽ അള്ളാഹുവിനോട് ശിർക്ക് ചെയ്യാനാണ് ആ മാതാപിതാക്കൾ നിന്നോട് ആവശ്യപ്പെടുന്നതെങ്കിൽ ഫലാ തുതിഉഹുമാ, നീ അവരെ അനുസരിക്കരുത്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, നിന്റെ മാതാപിതാക്കള് നിന്നോട് ശിർക്ക് ചെയ്യാൻ ആവശ്യപ്പെട്ടാൽ, വളരെ ഗൗരവമുള്ള ഭാഗമാണ് ശിർക്ക്, ആ ശിർക്ക് ചെയ്യാൻ നിന്നോട് ആവശ്യപ്പെട്ടാൽ എന്ത് ചെയ്യണം? ഫലാ തുതിഉഹുമാ, നീ അവരെ അനുസരിക്കരുത്. അത്രേ ഉള്ളൂ. അനുസരിക്കാൻ പാടില്ല. ആ വിഷയം നീ അനുസരിക്കാൻ പാടില്ല. മറിച്ച് എന്താക്കാൻ പാടില്ല? അവരോട് കയർത്ത് നീ സംസാരിക്കരുത്, ശബ്ദം വെച്ച് നീ സംസാരിക്കരുത്, അവരോട് നീ എതിർത്ത് സംസാരിക്കരുത്. അതാണ് മാതാപിതാക്കളുടെ ബന്ധം. ഈ ആയത്തിൽ എന്താ പറയാ? അള്ളാഹിനോട് ശിർക്ക് ചെയ്യാൻ ഏറ്റവും വലിയ വൻപാപം. ആ വൻപാപം ചെയ്യാൻ നിന്റെ മാതാപിതാക്കൾ നിന്നോട് ആവശ്യപ്പെട്ടാൽ നീ എന്ത് ചെയ്യണം? ഫലാ തുതിഉഹുമാ, നീ അവരെ അനുസരിക്കരുത്. മറിച്ച് വസാഹിബുഹുമാ ഫിദ്ദുന്യാ മഅറൂഫ, ദുനിയാവിൽ ഏറ്റവും നല്ല രീതിയിൽ നീ അവരോട് പെരുമാറണം, അവരോട് നീ സഹവസിക്കണം ഏറ്റവും നല്ല രീതിയിൽ. അപ്പം മാതാപിതാക്കൾ ആ സ്ഥാനം ആലോചിച്ച് നോക്കിയാൽ എത്ര വലിയ സ്ഥാനത്താണ് മാതാപിതാക്കൾ. ഖുർആനിൽ അല്ലാഹു പറയാണ്, ശിർക്ക് ചെയ്യാൻ അവർ ആവശ്യപ്പെട്ടാൽ നീ അവരെ അനുസരിക്കരുത്, മറിച്ച് എന്ത് ചെയ്യണം? ദുനിയാവിൽ ഏറ്റവും നല്ല രീതിയിൽ അവരോട് സഹവസിക്കണം, അവരോട് കൂടെ നിൽക്കണം. നമ്മള് ദുനിയാവിന്റെ ഇത് ശിർക്കിന്റെ വിഷയമാണ്. പക്ഷെ ഇന്ന് നമ്മുടെ ദുനിയാവിന്റെ വിഷയത്തിൽ തന്നെ നമ്മുടെ മക്കൾ മാതാപിതാക്കളുടെ ബന്ധം എത്ര അപകടത്തിലാണ് പോകുന്നത്. മാതാപിതാക്കളെ അനുസരിക്കുന്നതിൽ, അവരുടെ ധിക്കാരം കാണിക്കുന്നതിൽ, അവരോട് ദേഷ്യപ്പെടുന്നതിൽ, അവരോട് കയർത്ത് സംസാരിക്കുക, അവരുടെ മുമ്പിൽ ശബ്ദമുയർത്തി സംസാരിക്കുന്നത് വളരെ ഗൗരവത്തിൽ പറയപ്പെട്ട കാര്യമാണ്. നമ്മുടെ സമുദായത്തിന്റെ അവസ്ഥ ആലോചിച്ച്, മാതാപിതാക്കൾ ഉന്നത സ്ഥാനത്തുള്ളവർ, ഒരു കാര്യം യാത്തിനിടയിൽ ഓർമ്മിപ്പിക്കുക. എന്നിട്ട് അല്ലാഹു പറയാൻ, വത്തബിഅ സബീല മൻ അനാബ ഇലയ്യ, എന്നിലേക്ക് ഖേദിച്ചു വരുന്നവരുടെ മാർഗത്തെ നീ പിൻപറ്റുക. വത്തബിഅ, നീ പിൻപറ്റ്, സബീല മൻ അനാബ ഇലയ്യ, എന്നിലേക്ക് ഖേദിച്ചു വരുന്നവരുടെ മാർഗത്തെ നീ പിൻപറ്റുക. സുമ്മ ഇലയ്യ മർജിഉകും ഫഉനബ്ബിഉകും ബിമാ കുൻതും തഅമലൂൻ, പിന്നെ എന്നിലേക്കാണ് നിങ്ങൾ മടക്കപ്പെടുന്നത്, നിങ്ങൾ ഓരോരുത്തർക്കും എന്താണോ നിങ്ങൾ ചെയ്യുന്നത് അതിനാ നിങ്ങൾക്ക് അറിയിച്ചു തരിക എന്ന് ചെയ്യും. ഇവിടെ അള്ളാഹു പറയുന്നത് വത്തബിഅ സബീല മൻ അനാബ ഇലയ്യ, അള്ളാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങിയവരുടെ മാർഗത്തെ നിങ്ങൾ പിൻപറ്റുക. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയാൻ, കുല്ലു സഹാബത്തി, എല്ലാ സഹാബാക്കളും, മുനീബുൻ ഇലല്ലാഹി തആല, അള്ളാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങിയവരാണ്. ഫയജിബു ഇത്തിബാഉ സബീലിഹി, അതുകൊണ്ട് തന്നെ സഹാബാക്കളുടെ മാർഗം പിൻപറ്റൽ വാജിബാണ്. അള്ളാഹു ഖുർആനിൽ നമ്മോട് ആവശ്യപ്പെട്ടത് അള്ളാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങിയവരുടെ മാർഗത്തെ പിൻപറ്റാനാണ്.
അപ്പൊ എല്ലാ സഹാബാക്കളും അള്ളാഹുലേക്ക് ഖേദിച്ച് മടങ്ങിയവരാണ്. അതുകൊണ്ട് നിങ്ങൾ അവരുടെ മാർഗത്തെ പിൻപറ്റൽ നിർബന്ധമാണ്. വഅഖ്വാലിഹി വഅഫ്ആലിഹി വഅ്തിഖാദാതിഹി മിൻ അക്ബരി സബീലിഹി. അവരുടെ വാക്കുകളും അവരുടെ പ്രവർത്തനങ്ങളും അവരുടെ വിശ്വാസ കാര്യങ്ങളും പിൻപറ്റൽ നിങ്ങൾക്ക് നിർബന്ധമാണ്. അങ്ങനെയാണ് ഈ ആയത്തിൽ നിന്നും ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് തെളിവെടുക്കുന്നത്. والدليل على أنهم منيبون أن الله تعالى قد هداهم يعني هداهم للإسلام. അവർ അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ഖേദിച്ച് മടങ്ങിയവരാണ് സഹാബാക്കൾ. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ഹിദായത്ത് നൽകി ഇസ്ലാമിലേക്ക്. അല്ലാഹു പറഞ്ഞു യഹ്ദി ഇലൈഹി മൻ യുനീബ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആരാണോ അല്ലാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങുന്നത് അവർക്ക് അല്ലാഹു ഹിദായത്ത് നൽകും അല്ലാഹുവിന്റെ വാക്കാണ്. അപ്പൊ സഹാബാക്കൾ ഖേദിച്ച് മടങ്ങിയവരാണ്, ഇനാബത്തുള്ളവരാണ്. അപ്പൊ സഹാബാക്കൾക്ക് ഹിദായത്ത് കിട്ടിയവരാണ്. അപ്പൊ സഹാബാക്കളെ പിൻപറ്റുന്ന ഒരുവൻ അവരുടെ വിശ്വാസ കാര്യങ്ങളില് അവരുടെ പ്രവർത്തനങ്ങളില് വാക്കുകളില് സഹാബാക്കളെ പിൻപറ്റുന്നവൻ ഹിദായത്തിലാണ്, അവൻ ഹിദായത്തിന്റെ മാർഗത്തിലാണ്. അങ്ങനെയാണ് ഈ ആയത്തിൽ നിന്നും നമുക്ക് മനസ്സിലാകുന്നത്. രണ്ടാമത്തെ തെളിവ് ഖുൽ ഹാദിഹി സബീലി അദ്ഉ ഇലല്ലാഹി അലാ ബസീറത്തിൻ അന വമൻ ഇത്തബഅനി വസുബ്ഹാനല്ലാഹി വമാ അന മിനൽ മുശ്രികീൻ. സൂറത്ത് യൂസുഫിന്റെ 108-ാമത്തെ ആയത്താണ്. ഖുൽ, റസൂൽ അങ്ങ് പറഞ്ഞു കൊടുക്കും, ഹാദിഹി സബീലി, ഇതാണ് എന്റെ മാർഗം, ഇതാണ് എന്റെ മാർഗം. അദ്ഉ ഇലല്ലാഹി അലാ ബസീറത്തിൻ, വളരെ ഉൾക്കാഴ്ചയോടെ ഞാൻ അല്ലാഹുവിലേക്ക് നിങ്ങളെ ക്ഷണിക്കുന്നു. അന വമൻ ഇത്തബഅനി, ഞാനും എന്നെ പിൻപറ്റിയവരും. ഇതാണ് എന്റെ മാർഗം. ആ മാർഗം എന്താണ്? വളരെ ഉൾക്കാഴ്ചയോടെ ഞാൻ അല്ലാഹുവിലേക്ക് നിങ്ങളെ ക്ഷണിക്കുന്നു, വിജയത്തിലേക്ക് നിങ്ങളെ ക്ഷണിക്കുന്നു. അത് എന്റെയും എന്റെ പിൻപറ്റിയുടെയും മാർഗമാണ്. വസുബ്ഹാനല്ലാഹി വമാ അന മിനൽ മുശ്രികീൻ, അല്ലാഹു എത്രയോ പരിശുദ്ധനാണ്. വമാ അന മിനൽ മുശ്രികീൻ, ഞാൻ ശിർക്ക് ചെയ്യുന്നവരിൽപ്പെട്ടവനല്ല. ഈ ആയത്തിൽ നിന്നും അദ്ദേഹം തെളിവെടുക്കുന്നത് ഖാല ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് فأخبر سبحانه أن من اتبع الرسول يدعو إلى الله. അള്ളാഹുവിന്റെ റസൂലിനെ ആരാണോ പിൻപറ്റുന്നത് അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്നവനായിട്ട്, വമൻ ദഅ ഇലല്ലാഹി അലാ ബസീറത്തിൻ, ആരാണോ ഉൾക്കാഴ്ചയോടെ അള്ളാഹുവിലേക്ക് ജനങ്ങളെ ക്ഷണിച്ചത്, വജബ ഇത്തിബാഉഹു, അവരെ പിൻപറ്റൽ നിർബന്ധമാണ്. لقوله تعالى فيما حكاه عن الجن ورضيه قال. ഒരാള് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാർഗം പിൻപറ്റി, എന്നിട്ട് അള്ളാഹുവിലേക്ക് ക്ഷണിച്ചു, ജനങ്ങളെ തൗഹീദിലേക്ക് ക്ഷണിച്ചു. സഹാബാക്കൾ പ്രവർത്തനം ചെയ്തവരാണ്. അന വമൻ ഇത്തബഅനി എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സംബന്ധിച്ച് പറഞ്ഞു. അപ്പൊ സഹാബാക്കൾ പ്രവർത്തനം ചെയ്തവരാണ്. അപ്പൊ സഹാബാക്കളുടെ വിളിക്ക് ഉത്തരം നൽകാൻ നമുക്ക് നിർബന്ധമാണ്. അള്ളാഹുലേക്ക് ക്ഷണിക്കുന്നവരുടെ വിളിക്ക് ഉത്തരം നൽകൽ നമുക്ക് നിർബന്ധമാണ്. എന്നിട്ട് അദ്ദേഹം തെളിവായിട്ട് ഉദ്ധരിക്കുന്നത് ജിന്നുകളെ സംബന്ധിച്ച് പറഞ്ഞ ആയത്താണ്. യാ ഖൗമനാ അജീബു ദാഇയല്ലാഹി വആമിനൂ ബിഹി. ജിന്നുകൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും ആയത്തുകൾ കേട്ടു. എന്നിട്ട് ആ ആയത്ത് എടുത്തിട്ട് എന്ത് ചെയ്തു? ജിന്നുകളടുത്തേക്ക് പോയി. എന്നിട്ട് അവർക്ക് ഓതി കൊടുക്കണം, യാ ഖൗമനാ അജീബു ദാഇയല്ലാഹ്, അല്ലാഹുവിന്റെ ആ വിളിയാടൻ, ആ പ്രബോധകൻ, ആ ദാഇ, അവർക്ക് നിങ്ങൾ ഉത്തരം നൽകുക. വആമിനൂ ബിഹി, അവരെ നിങ്ങൾ വിശ്വസിക്കുക. എന്നിട്ട് പറയാണ് വലിഅന്ന മൻ ദഅ ഇലല്ലാഹി അലാ ബസീറത്തിൻ ഫഖദ് ദഅ ഇലൽ ഹഖ് ആലിമൻ ബിഹി. ഒരാൾ ഉൾക്കാഴ്ചയോടെ അല്ലാഹുവിലേക്ക് ദഅവത്ത് ചെയ്യുന്നവൻ, അല്ലാഹുവിലേക്ക് ക്ഷണിക്കുന്നവൻ, അവൻ സത്യത്തിലേക്കാണ് ജനങ്ങളെ ക്ഷണിക്കുന്നത്. വദ്ദുആഉ ഇലാ അഹ്കാമില്ലാഹി ദുആഉൻ ഇലല്ലാഹി. അള്ളാഹുവിന്റെ ദീൻ ഒരാൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നു. അള്ളാഹുവിന്റെ വിധികൾ, അള്ളാഹുവിന്റെ നിയമങ്ങൾ ഇബാദാത്തുകളിലും മുആമലാത്തുകളിലും എല്ലാ കാര്യങ്ങളിലും അള്ളാഹുവിന്റെ ദീനിനെ സംബന്ധിച്ച് ഒരാൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ അത് അള്ളാഹുവിലേക്കുള്ള ക്ഷണമാണ്. لأنه دعاء إلى طاعته فيما أمر ونهى. കാരണം ഒരാൾ അള്ളാഹുവിന്റെ ദീൻ ഒരാൾക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണെങ്കിൽ അത് അള്ളാഹു കൽപ്പിച്ച കാര്യത്തിലേക്കും അള്ളാഹു നിരോധിച്ച കാര്യത്തിലേക്കുള്ള ക്ഷണമാണ്. فالصحابة رضي الله عنهم قد اتبعوا الرسول
فيجب اتباعهم إذا دعوا إلى الله. കാരണം സഹാബാക്കള് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പൂർണ്ണമായിട്ട് അംഗീകരിച്ചു. അതുകൊണ്ട് തന്നെ ആ സഹാബാക്കൾ ദീനിലേക്ക് ക്ഷണിക്കുകയാണെങ്കിൽ അവരെ പിൻപറ്റൽ നമുക്ക് നിർബന്ധമാണ്. അങ്ങനെ ഈ ആയത്തിൽ അദ്ദേഹം തെളിവെടുക്കുന്നത് സഹാബാക്കൾ പൂർണ്ണമായിട്ടും റസൂലിനെ പിൻപറ്റിയവരാണ്. അതുകൊണ്ട് ആ സഹാബാക്കൾ എന്താണോ നമുക്ക് കാണിച്ചെന്നത്, എന്താണോ ആയത്തോതി പറഞ്ഞെന്നത്, ഹദീസോതി പറഞ്ഞെന്നത്, അത് അംഗീകരിക്കൽ നമുക്ക് നിർബന്ധമാണ്. മൂന്നാമത്തെ ആയത്ത് وَمَنْ يَعْتَصِمْ بِاللَّهِ فَقَدْ هُدِيَ إِلَى صِرَاطٍ مُسْتَقِيمٍ. وَمَنْ يَعْتَصِمْ بِاللَّهِ, ആരെങ്കിലും അല്ലാഹുവിന്റെ മാർഗത്തെ മുറുകെ പിടിച്ചാൽ ഫഖദ് ഹുദിയ, അവന് സന്മാർഗം കാണിക്കപ്പെടും. ഇലാ സിറാത്തിൻ മുസ്തഖീം, നേരായ മാർഗത്തിലേക്ക്, അല്ലാഹുവിന്റെ മാർഗത്തിലേക്ക് അവന് ഹിദായത്ത് നൽകപ്പെടും. ഈ ആയത്തിന് അദ്ദേഹം തെളിവെടുക്കാൻ അന്നഹു തആല, അല്ലാഹു സുബ്ഹാനഹു വ തആല അഖ്ബറ അനിൽ മുഅ്തസിമീന ബിഹി ബിഅന്നഹും ഖദ് ഹുദൂ ഇലൽ ഹഖ്. അല്ലാഹുവിന്റെ മാർഗത്തിൽ നിൽക്കുന്നവർ അവർ സന്മാർഗം സിദ്ധിച്ചവരാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്ത് പറയാം. ഫനഖൂലു, നമ്മൾ പറയുന്നു, അസ്സഹാബത്തു റിദ്വാനുല്ലാഹി അലൈഹിം മുഅ്തസിമൂന ബില്ലാഹ്, സഹാബാക്കൾ എല്ലാവരും അല്ലാഹുവിന്റെ മാർഗത്തിൽ അടിയുറച്ചു നിന്നവരാണ്. ഫഹും മുഹ്തദൂന, അവർ സന്മാർഗം ലഭിച്ചവരുമാണ്. എല്ലാ സഹാബാക്കളും അല്ലാഹുവിന്റെ മാർഗത്തിൽ അടിയുറച്ചു നിന്നവരാണ്. അതുകൊണ്ട് തന്നെ അവർ സന്മാർഗം ലഭിച്ചവരാണ്. അപ്പൊ ഫത്തിബാഉഹും വാജിബുൻ, ആ സന്മാർഗം ലഭിച്ച സഹാബാക്കളെ പിൻപറ്റൽ വാജിബാണ്. അപ്പോൾ ഏതായത്ത് എടുത്തു നോക്കിയാലും സഹാബാക്കളില്ലാതെ, സലഫുകളില്ലാതെ ഒരു ദീൻ നമുക്കില്ല. അവരെ പിൻപറ്റൽ നിർബന്ധമാണ്. ദീനിന്റെ വിഷയത്തിൽ സലഫുകൾക്കില്ലാത്തൊരു അഭിപ്രായം, സലഫുകൾക്കില്ലാത്തൊരു ചിന്ത, സലഫുകൾക്കില്ലാത്തൊരു രീതി, എല്ലാം ദലാലത്തിലേക്കാണ്. വളരെ ഗൗരവത്തിൽ ആലോചിക്കുന്ന വിഷയമാണ്. നമ്മൾ നാട്ടിന്റെ സാഹചര്യങ്ങൾക്കനുസരിച്ച് ദീനിന്റെ കാര്യങ്ങൾ മാറ്റുക, നാട്ടിലെ സാഹചര്യങ്ങൾക്ക് യോജിച്ച് എല്ലാവരും തൃപ്തിപ്പെടുത്തിക്കൊണ്ടൊരു പോക്ക്, അതൊന്നും ദീനില്ല. ദീൻ എന്നത് ഖുർആനും സുന്നത്തും, ആ രണ്ട് കാര്യങ്ങളും സഹാബാക്കളും നമ്മുടെ സലഫുകളും എങ്ങനെയാണോ മനസ്സിലാക്കിയത്, പ്രവർത്തിച്ചത്, അതാണ് ദീൻ, അതാണ് സലഫിയത്ത്. അത് അംഗീകരിക്കലാണ് സലഫിയത്ത്. അതല്ലാതെ വെറും പേരിന് സലഫിനൊക്കെ പറയും, പക്ഷെ ആ കാട്ടിക്കൂട്ടലും ചെയ്തികളൊക്കെ അതൊക്കെ തോന്നിയതുപോലെ പറയും സലഫികളാണ്. പക്ഷെ എന്തൊക്കെയോ ചെയ്യുന്നു, എന്തൊക്കെയോ പ്രവർത്തിക്കുന്നു, എന്തൊക്കെയോ പറയുന്നു, സലഫുകളായിട്ടൊരു ബന്ധമില്ലാത്ത രീതികൾ, അതൊന്നും അംഗീകരിക്കാൻ നമ്മളെ കൊണ്ട് കഴിയില്ല. അടുത്ത ആയത്തിൽ ഞാൻ പറയാണ്, وَمَنْ يُشَاقِقِ الرَّسُولَ مِنْ بَعْدِ مَا تَبَيَّنَ لَهُ الْهُدَى وَيَتَّبِعْ غَيْرَ سَبِيلِ الْمُؤْمِنِينَ نُوَلِّهِ مَا تَوَلَّى وَنُصْلِهِ جَهَنَّمَ وَسَاءَتْ مَصِيرًا. സൂറത്തുൽ നിസാഇലെ 115-ാമത്തെ ആയത്ത്. وَمَنْ يُشَاقِقِ الرَّسُولَ مِنْ بَعْدِ مَا تَبَيَّنَ لَهُ الْهُدَى, വ്യക്തമായിട്ട് സന്മാർഗം ഏതെന്ന് വ്യക്തമായി തിരിഞ്ഞതിന് ശേഷം, മനസ്സിലായതിനു ശേഷം അള്ളാഹുവിനോടും അള്ളാഹുവിന്റെ റസൂലിനോടും ധിക്കാരം കാണിച്ച് ശത്രുപരമായിട്ട്, എതിർപരമായിട്ട് നിൽക്കുന്നവൻ, ഗൈറ സബീലിൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളുടേതല്ലാത്ത മാർഗം പിൻപറ്റിയവർ, അള്ളാഹിനോടും അള്ളാഹുവിന്റെ റസൂലിനോടും ധിക്കാരം കാണിച്ചു, മുഅ്മിനീങ്ങളുടേതല്ലാത്ത മാർഗത്തെ പിൻപറ്റി, നുവല്ലിഹി മാ തവല്ല, അവൻ എങ്ങോട്ടാണോ പോകുന്നത് അങ്ങോട്ട് ഞാൻ അവനെ പോകാൻ അനുവദിക്കും. വനുസ്ലിഹി ജഹന്നം, നരകത്തിലിട്ട് അവനെ കത്തിച്ചു കളയുകയും ചെയ്യും. വസാഅത് മസീറ, അതെത്ര മോശമായ സ്ഥലമാണ് എന്ന് പറയാൻ. അപ്പം മുഅ്മിനീങ്ങളുടേതല്ലാത്ത മാർഗം സ്വീകരിച്ചവർ. ഈ ആയത്തിൽ അദ്ദേഹം തെളിവെടുക്കുന്ന രൂപം, ഫമൻ അഹബ്ബൽ കൗന മഅസ് സലഫി ഫിൽ ആഖിറ, ആരെങ്കിലും നാളെ ആഖിറത്തിൽ ഞാൻ സലഫുകളോടൊപ്പം ആകണമെന്ന് ആഗ്രഹിച്ചാൽ, മുൻഗാമികളോടൊപ്പം നാളെ ആഖിറത്തിൽ എന്നെയും ഒരുമിച്ച് കൂട്ടണമെന്ന് ഒരാൾ ആഗ്രഹിച്ചാൽ, വഅൻ യകൂന മൗഊദൻ ബിമാ വുഇദു ബിഹി മിനൽ ജന്നാതി വർ-റിദ്വാൻ, ആ സലഫുകൾക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട സ്വർഗ്ഗം അത് എനിക്കും വാഗ്ദാനം ചെയ്യപ്പെടണമെന്ന് ഒരാൾ ആഗ്രഹിച്ചാൽ, ഫല്ലത്തബിഉഹും ബിഇഹ്സാനിൻ, അവൻ വളരെ ഇഹ്സാനോടുകൂടി അവരെ പിൻപറ്റുക.
ومن اتبع غير سبيلهم ومن اتبع غير سبيلهم ആ മുൻഗാമികളുടേതല്ലാത്ത മാർഗം ആരെങ്കിലും പിൻപറ്റിയാൽ دخل في عموم قوله تعالى وذكر آية النساء هذه ആ സഹാബാക്കളും താബിഈങ്ങളും നമ്മുടെ സലഫുകൾ കാണിച്ചെന്ന മാർഗം പിൻപറ്റാതെ മറ്റൊരാളുടെ മാർഗമാണ് പിൻപറ്റിയതെങ്കിൽ അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിൽ താക്കീത് നൽകിയവരുടെ കൂട്ടത്തിൽ അവർ പെടും. അപ്പൊ ആരാണ് നാളെ ആഖിറത്ത് സഹാബാക്കളെ കൂടെ ഒരുമിച്ച് കൂട്ടാൻ ആഗ്രഹിക്കുന്നത്? ആ മുൻഗാമികൾക്ക് സഹാബാക്കൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല വാഗ്ദാനം ചെയ്ത സ്വർഗവും അതിലുള്ള നിഅമത്തുകളും അനുഗ്രഹങ്ങളും ആരാണോ കിട്ടാൻ ആഗ്രഹിക്കുന്നത് അവരെന്ത് ചെയ്യണം? അവരുടെ മാർഗം പിൻപറ്റണം. ഇതൊക്കെ ഈ ആയത്തുകളൊക്കെ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് സഹാബാക്കളെ പിൻപറ്റൽ നിർബന്ധമാണ്, നമ്മുടെ സലഫുകളെ പിൻപറ്റൽ നിർബന്ധമാണ്. ഒരു ഹദീസ് സൂചിപ്പിക്കാം അവസാനമായി. قول النبي صلى الله عليه وسلم في حديث العرباض بن سارية المشهور. عرباض بن سارية رضي الله عنه ذلك الحديث: فعليكم بسنتي وسنة الخلفاء الراشدين المهديين عضوا عليها بالنواجذ وإياكم ومحدثات الأمور فإن كل بدعة ضلالة فعليكم بسنتي. നിങ്ങൾ എൻ്റെ സുന്നത്തിനെ മുറുകെ പിടിക്കുക, നമ്മളോട് കൽപ്പനയാണ്. فعليكم بسنتي, നിങ്ങൾ എൻ്റെ സുന്നത്തിനെ നിങ്ങൾ മുറുകെ പിടിക്കുക. وسنة الخلفاء الراشدين المهديين, സന്മാർഗം സിദ്ധിച്ചവരായ നേർമാർഗികളായ എൻ്റെ ഖുലഫാക്കളുടെയും സുന്നത്തിനെ നിങ്ങൾ മുറുകെ പിടിക്കുക. അദ്ദു അലൈഹാ ബിന്നവാജിദ്, അണപ്പല്ല് കൊണ്ട് കടിച്ചു മുറുകെ പിടിക്കുക. ഒരിക്കലും ആ മാർഗത്തിൽ നിന്ന് തെറ്റിപ്പോകരുത്. അത് പറയുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ട വാക്കുകളുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ റസൂലിന്റെയും സഹാബാക്കളുടെയും സുന്നത്തിനെ മുറുകെ പിടിക്കാൻ ആവശ്യപ്പെട്ടു. എന്നിട്ട് പറയാൻ അദ്ദു അലൈഹാ ബിന്നവാജിദ്, അണപ്പല്ല് കൊണ്ട് കടിച്ചു നിങ്ങൾ മുറുകെ പിടിക്കണം. ആ രീതിയിൽ അള്ളാഹുവിന്റെ റസൂൽ പറയുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കിക്കൊള്ളുക, പല ആൾക്കാരും പല സമയങ്ങളിലായിട്ട് സന്ദർഭങ്ങളിലായിട്ട് ആ മാർഗത്തിൽ നിന്നും തെറ്റിപ്പോയിട്ടുണ്ട്. ചിലപ്പോൾ ചില വാക്കുകൾ കൊണ്ട്, ചില പ്രവർത്തനങ്ങൾ കൊണ്ട്, ചില ചിന്തകൾ കൊണ്ട്, അഭിപ്രായങ്ങൾ കൊണ്ട് ആ മാർഗത്തിൽ നിന്ന് തെറ്റിപ്പോകാൻ അവസരങ്ങളുണ്ട്, സന്ദർഭങ്ങളുണ്ട്. അതുകൊണ്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ രീതിയിൽ ഇത്ര കടുപ്പപ്പെട്ട രീതിയിൽ അല്ലാഹു റസൂൽ കൽപ്പിച്ചത്. അണപ്പല്ല് കൊണ്ടെങ്കിലും കടിച്ചു പിടിച്ചോളണം, ഒരിക്കലും നഷ്ടപ്പെടാൻ പാടില്ല ആ മാർഗം. പെട്ടെന്ന് തെറ്റിപ്പോ, ആർക്കും ഒരു ഗ്യാരണ്ടി പറയാൻ കഴിയില്ല. ആ മാർഗം ഇങ്ങനെ സൂക്ഷിച്ച് അതിന്റെ പിറകെ പോകുന്നവർ ചെറിയൊരു അശ്രദ്ധ വന്നാൽ മതി, തെറ്റിപ്പോ, മാർഗം തെറ്റിപ്പോ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്രയും കടുപ്പപ്പെട്ട രീതിയിൽ കൽപ്പിച്ചത് അണപ്പല്ല് കൊണ്ടെങ്കിലും കടിച്ചു മുറുകെ പിടിക്കണം. വഇയ്യാകും വമുഹ്ദസാതിൽ ഉമൂർ, നിങ്ങൾ പുതുതായി ഉണ്ടാക്കപ്പെട്ട കാര്യങ്ങളെ സൂക്ഷിക്കണം. അമലി രംഗത്താണെങ്കിലും ഇബാദത്തുകളാണെങ്കിലും അതുപോലെ തന്നെ പുതിയ പുതിയ ചിന്തകളും അഭിപ്രായങ്ങളും ഒക്കെ വളരെ സൂക്ഷിക്കണം. فإن كل بدعة ضلالة, കാരണം എല്ലാ ബിദ്അത്തുകളും ضلالത്തിലേക്കാണ്, എല്ലാ ബിദ്അത്തും ضلالത്തിലേക്കാണ്. وكل ضلالة في النار, എല്ലാ ضلالത്തും ചെന്ന് അവസാനിക്കുന്നത് നരകത്തിലാണ്. അതുകൊണ്ട് അള്ളാഹുവിന്റെ റസൂലിന്റെ മാർഗം, സഹാബാക്കളുടെ മാർഗം, അവരുടെ സുന്നത്തിനെ മുറുകെ പിടിക്കുക. അതല്ലാത്ത മറ്റേത് മാർഗങ്ങളും അതെത്ര ഭംഗിയായി കാണിക്കപ്പെട്ടാൽ, അതെത്ര ഭംഗിയുള്ളതായിട്ട് നിങ്ങൾക്ക് മനസ്സിൽ അഭിപ്രായമായി തോന്നിയാലും അതിലേക്ക് തിരിയരുത്, സുന്നത്തിനെ മുറുകെ പിടിക്കുക. കാരണം അതൊക്കെ പുറമെ കാണാൻ ഭംഗിയുള്ളതായിരിക്കും, രുചിയുള്ളതായിരിക്കും, ആസ്വാദനമുള്ളതായിരിക്കും. പക്ഷെ അതൊക്കെ ചെന്ന് അവസാനിക്കുന്നത് നരകത്തിലേക്കാണ്. എല്ലാ ബിദ്അത്തും ദലാലത്താണ്, എല്ലാ ദലാലത്തും നരകത്തിലേക്കാണ് ചെന്ന് അവസാനിക്കുന്നത്. അദ്ദേഹം ഈ ആയത്തിൽ നിന്നും തെളിവെടുക്കുന്ന, ഈ ഹദീസിൽ നിന്ന് അദ്ദേഹം തെളിവെടുക്കുന്നത് وقرن سنة خلفائه بسنته, സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ റസൂലിന്റെ സുന്നത്തിനോട് സഹാബാക്കളുടെ സുന്നത്തിനെയും ചേർത്തു. എന്റെ മാർഗത്തെ നിങ്ങൾ മുറുകെ പിടിക്കണം,
എന്റെ സഹാബാക്കളുടെ മാർഗത്തെ നിങ്ങൾ മുറുകെ പിടിക്കണം. വഅമറ ബിത്തിബാഇഹ, ആ സഹാബാക്കളുടെ സുന്നത്തിന്, സഹാബാക്കളുടെ ചര്യയെ മുറുകെ പിടിക്കാൻ അല്ലാഹു റസൂൽ കൽപ്പിച്ചു. കമാ അമറ ബിത്തിബാഇ സുന്നതിഹി, ഏതുപോലെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെ നാം എങ്ങനെ മുറുകെ പിടിക്കണോ അതേപോലെ സഹാബാക്കളുടെ സുന്നത്തിനെ മുറുകെ പിടിക്കാൻ അല്ലാഹു റസൂൽ നമ്മോട് കൽപ്പിച്ചു. വബാലഗ ഫിൽ അംരി ബിഹ, കടുപ്പപ്പെട്ട രീതിയിൽ തന്നെ സഹാബാക്കളുടെ സുന്നത്തിനെ മുറുകെ പിടിക്കാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചു. ഹത്താ അമറ ബിഅൻ യുഅദ്ദ അലൈഹാ ബിന്നവാജിസ്, എത്രത്തോളം എന്ന് വെച്ചാൽ അണപ്പല്ല് കൊണ്ടെങ്കിലും നിങ്ങൾ അതിനെ കടിച്ചു മുറുകെ പിടിക്കണം. വഹാദാ യതനാവലു മാ അഫ്തൗ ബിഹി വസന്നൂഹു ലിൽ ഉമ്മത്തി, ഇത് ആ സഹാബാക്കളുടെ ഫത്വകളും സഹാബാക്കളുടെ എല്ലാ വാക്കുകളും ഈ കൽപ്പനയിൽ ഒതുങ്ങുന്നതാണ്. അപ്പൊ ഖുർആനും സുന്നത്തും സഹാബാക്കൾ എങ്ങനെയാണോ മനസ്സിലാക്കിയത്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് പിൻപറ്റാൻ നമ്മോട് ഏത് രീതിയിലാണോ അല്ലാഹു റസൂൽ കൽപ്പിച്ചത് അതേ രീതിയിൽ സഹാബാക്കളെ പിൻപറ്റാൻ അല്ലാഹു റസൂൽ കൽപ്പിച്ചിട്ടുണ്ട്. ഒരു പടി മുന്നോട്ട് പോയാൽ കടുപ്പപ്പെട്ട രീതിയിൽ അണപ്പല്ല് കൊണ്ടെങ്കിൽ നിങ്ങൾ കടിച്ചു മുറുകെ പിടിക്കണമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അതുകൊണ്ട് വളരെ വലിയ ഗൗരവമുള്ള വിഷയമാണ് സലഫിയ്യത്ത് എന്നുള്ളത്. എല്ലാവരും പറയും ഞാൻ ഖുർആനാണ് അംഗീകരിക്കുന്നത്, ഞാൻ ഹദീസാണ് അംഗീകരിക്കുന്നത്, എനിക്ക് തെളിവ് ഖുർആനാണ്, എനിക്ക് തെളിവ് ഹദീസാണ്. പക്ഷെ തെളിവായി തോന്നും എന്ത് ചെയ്യും, ഒരായത്ത് ഓതും, അവന്റെ ഇഷ്ടപ്രകാരം അർത്ഥം വെക്കും, അതിനെ വ്യാഖ്യാനിക്കും. അവൻ എന്ത് വാദമാണോ പറഞ്ഞത്, അവൻ എന്താണോ ചെയ്തത്, അതിനനുസരിച്ച് അവൻ എന്ത് ചെയ്യും, ആ ആയത്തിനെ കൊണ്ടുപോകും. അതിനനുസരിച്ച് ആ ഹദീസിനെ അവൻ കൊണ്ടുപോകും. സലഫുകളുടെ പിൻബലമില്ലെങ്കിൽ ദലാലത്തിലേക്കായിരിക്കും അവന്റെ പോകും. നേരെ മറിച്ച് ഖുർആനും സുന്നത്തും ഓതി സലഫുകൾ അതിലെന്താണോ അർത്ഥം വെച്ചത്, സലഫുകൾ എങ്ങനെയാണോ ആ ഹദീസിനെ കണ്ടത്, ആ ആയത്തിനെ കണ്ടത്, ആ ആയത്തിനെ മനസ്സിലാക്കിയത്, ആ രീതിയിലാണ് ഒരാൾ മനസ്സിലാക്കുന്നതെങ്കിൽ ഒരിക്കലും വഴി പിഴച്ചവരാകുകയില്ല, വഴികേടിലാവുകയില്ല. അവന് പിൻബലം സഹാബാക്കളുണ്ട്, അവന് സലഫുകൾ പിൻബലമായിട്ടുണ്ട്. وقال الإمام ابن قدامة رحمه الله في ذم التأويل, ഇബ്നു ഖുദാമ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ കിതാബിൽ സൂചിപ്പിക്കാൻ فأمر بالتمسك بسنة خلفائه كما أمر بالتمسك بسنته. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂലിന്റെ സുന്നത്തിന് എങ്ങനെയാണോ മുറുകെ പിടിക്കാൻ നമ്മോട് കൽപ്പിച്ചത് അതേപോലെ സഹാബാക്കളുടെ സുന്നത്തിനെ മുറുകെ പിടിക്കാൻ നമ്മോട് കൽപ്പിച്ചു. وأخبر أن المحدثات بدع وضلالة, അതേപോലെ തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചു നമുക്ക് തന്നു എല്ലാ ബിദ്അത്തും, എല്ലാ പുതുതായി ഉണ്ടാക്കിയ കാര്യങ്ങളും ബിദ്അത്താണ്, എല്ലാ ബിദ്അത്തും വഴികേടാണ്. وهو ما لم يتبع فيه رسول الله ولا سنة أصحابه صلى الله عليه وسلم. ബിദ്അത്ത് എന്നാൽ ഏതൊക്കെ കാര്യങ്ങളിൽ അല്ലാഹുവിന്റെ റസൂലിനെയോ അല്ലാഹുവിന്റെ റസൂലിന്റെ സഹാബാക്കളെയോ പിൻപറ്റപ്പെടാതിരിക്കുന്നോ അത് ദലാലത്താണ്. അപ്പൊ എല്ലാ വിഷയത്തിലും അല്ലാഹുവിന്റെ റസൂൽ നമുക്ക് മാതൃകയാണ്, റസൂലിനെ പിൻപറ്റണം, റസൂലിന്റെ സഹാബാക്കളെ നാം പിൻപറ്റണം. അതല്ലാതെ മറ്റൊരാളെ പിൻപറ്റിയാൽ, മറ്റൊരു മാർഗം നാം സ്വീകരിച്ചാൽ അത് ദലാലത്താണ്, വഴികേടാണ്. ഈ പറയപ്പെട്ട ആയത്തുകളിൽ നിന്നും ഹദീസുകളിൽ നിന്നും നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, സഹാബാക്കളെ അംഗീകരിക്കൽ, പിൻപറ്റൽ, സലഫുകളെ പിൻപറ്റൽ വാജിബാണ്. ഒരിക്കലും അവരില്ലാത്തൊരു ദീൻ എടുക്കാൻ കഴിയില്ല. അവരില്ലാത്തൊരു ആയത്ത്, ഖുർആന്റെ ആയത്ത്, ഹദീസ് നമുക്ക് മനസ്സിലാക്കാനോ ഉൾക്കൊള്ളാനോ പ്രവർത്തിക്കാനോ കഴിയില്ല. അവരെ മാറ്റി നിർത്തിക്കൊണ്ടൊരു ദീൻ നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. അവിടെ സലഫുകളെ പിൻപറ്റൽ നിർബന്ധമാണ്. പറയാം. ഇനി ഈ സലഫുകളിലേക്ക് ചേർക്കപ്പെടൽ, സലഫി എന്ന് ചേർക്കുമല്ലോ, സലഫുകളിലേക്ക് ചേർക്കുമല്ലോ, ആ ചേർക്കുന്നതിന്റെ ഹുക്ം എന്താണ്, അതിനെ സംബന്ധിച്ച് അദ്ദേഹം പറയുന്നത് قد علمت أيها الموفق, ഈ മുമ്പ് പറഞ്ഞ കാര്യങ്ങളൊക്കെ നിനക്ക് മനസ്സിലായി. أن اتباع سبيل المؤمنين من السلف الماضين واجب,
നമുക്ക് മുൻകഴിഞ്ഞ മുൻഗാമികളുടെ സലഫു സാലിഹീങ്ങളുടെ മാർഗം പിൻപറ്റൽ വാജിബാണ്. വഅലൈഹി വൽഇൻതിസാബു ഇലൈഹിം ശറഫുൻ വഇസ്സുൻ ലക്. അതേപോലെ തന്നെ അവരിലേക്ക് നിന്നെ ചേർക്കൽ, ഇപ്പൊ ഞാനൊരു സലഫിയാണ്, ഞാൻ സലഫിയത്ത് അംഗീകരിക്കുന്നവനാണ്. അത് നമ്മൾ ചേർക്കുന്ന ആരിലേക്കാണ്? സഹാബാക്കളിലേക്കാണ്. സന്മാർഗം സിദ്ധിച്ചവരായ, അള്ളാഹു തൃപ്തിപ്പെട്ടവരായ, സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ടവരായ, അള്ളാഹുന്റെ റസൂലിനെ ഏത് രീതിയിലും പൊന്നുപോലെ നോക്കിയ സഹാബാക്കളിലേക്കാണ് നാം നമ്മളെ ചേർക്കുന്നത്. ഷറഫുൻ, അത് നിനക്ക് ഷറഫാണ്, വലിയ അംഗീകാരമാണ്, വലിയ സ്ഥാനമാണ്. വഇസ്സുൻ ലക, അത് നിന്റെ അഭിമാനമാണ്. അല്ലേ? സഹാബാക്കളിലേക്ക് ചേർക്കുക, സ്വർഗത്തിന്റെ ആൾക്കാരായ സഹാബാക്കളിലേക്ക്, അള്ളാഹു തൃപ്തിപ്പെട്ട സഹാബാക്കളിലേക്ക്, ദീനിനു വേണ്ടി ജീവിതം മാറ്റിവെച്ച സഹാബാക്കളിലേക്ക് നമ്മളെ ചേർക്കുമ്പോൾ അത് നമുക്ക് വലിയൊരു അഭിമാനമാണ്. മറ്റുള്ള വിദഈ കക്ഷികൾ അവർ ചേർക്കപ്പെടുന്നത് ആരിലേക്കാണ്? ഒരിക്കലും അവർ സഹാബാക്കളിലേക്ക് ചേർക്കുന്നില്ല. പിൽക്കാലക്കാരായ ഓരോ ഇമാമികളിലേക്ക് അല്ലെങ്കിൽ ഓരോ ആൾക്കാരിലേക്ക് അവർ ചേർക്കപ്പെടുന്നത്. ഒരാളും സഹാബാക്കളിലേക്ക് ചേർക്കപ്പെടുന്നത് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് മാത്രമാണ് സഹാബാക്കളിലേക്ക് ചേർക്കപ്പെടുന്നവർ. അതെന്നെ നമുക്ക് വലിയ അഭിമാനമാണ്. ഞാനൊരു സലഫിയാണെന്ന് പറയുമ്പോൾ ഞാൻ സഹാബാക്കളെ അംഗീകരിക്കുന്നവരാണ്. എന്നെ ഞാൻ ചേർക്കുന്നത് സഹാബാക്കളിലേക്കാണ്. എന്റെ മുൻഗാമികൾ സഹാബികളാണെന്ന് പറയുമ്പോൾ അത് നിനക്ക് വലിയ അഭിമാനമാകണം. അദ്ദേഹം പറയാം, ഖൗലുൽ ഇമാം ഔസാഇ ഇമാം അഹ്ലി ശാം, ഇമാം ഔസാഇയുടെ ഖൗൽ അദ്ദേഹം ഉദ്ധരിക്കുക, ഒരു കാരണവശാലും സുന്നത്ത് ഒഴിവാക്കി നീ പോകരുത്. എത്ര പ്രയാസങ്ങൾ സഹിക്കേണ്ടി വന്നാലും പരിഹാസങ്ങൾ സഹിക്കേണ്ടി വന്നാലും നീ സുന്നത്തിന്റെ മേൽ ഉറച്ചു നിൽക്കണം, ക്ഷമിച്ചു നിൽക്കണം. ആ സഹാബാക്കൾ ഏത് നിലപാടിലാണോ നിലകൊണ്ടത് അതേ നിലപാടിൽ നീ നിലകൊള്ളണം. ആ സഹാബാക്കൾ എന്താണോ പറഞ്ഞത് അതനുസരിച്ച് നീ പറയണം. സഹാബാക്കൾ എന്തൊക്കെ കാര്യങ്ങളാണോ മാറ്റിവെച്ചത്, തടഞ്ഞു വെച്ചത്, അതിനെ നീ മാറ്റിവെക്കണം നിന്റെ ജീവിതത്തിൽ നിന്ന്. നിന്റെ സഹാബാക്കൾ സലഫു സാലിഹീങ്ങൾ ഏത് മാർഗത്തിലാണോ അവർ സഞ്ചരിച്ചത് ആ മാർഗത്തിൽ നീ പ്രവേശിക്കണം, അതിലൂടെ നീ സഞ്ചരിക്കണം. അപ്പോൾ അവർക്ക് എന്തൊക്കെ നിഅമത്തുകളാണോ വിശാലമാക്കപ്പെട്ടത്, എന്തൊക്കെ അനുഗ്രഹങ്ങളാണോ വിശാലമായി നൽകപ്പെട്ടത്, അത് നിനക്കും നൽകപ്പെടും. ഒന്നുകിൽ ദുനിയാവിൽ അല്ലെങ്കിൽ ആഖിറത്തിൽ. നമുക്കൊന്നും ഒരു ടെൻഷനുണ്ട്, ഒന്നും ചിന്തിക്കാനില്ല. ഞാൻ എന്നെ ചേർക്കുന്നത് സഹാബാക്കളിലേക്കാണ്. അതുകൊണ്ട് ദുനിയാവിൽ പ്രയാസങ്ങൾ സഹിക്കേണ്ടി വരും, കഷ്ടതകൾ അനുഭവിക്കേണ്ടി വരും, ചിലപ്പോൾ നാടും വീടും കുടുംബവും മാറ്റി വേറെ താമസിക്കേണ്ടി വരും. അതൊന്നും എനിക്കൊരു പ്രശ്നമല്ല. കാരണം ആ സഹാബാക്കൾക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ടത് എനിക്ക് ലഭിക്കുന്നതിൽ പ്രത്യാശയുണ്ട്, ഒരാഗ്രഹമുണ്ട്. അവരൊരിക്കലും നിരാശരാകുന്ന സലഫികൾ, അവർ ചേർക്കപ്പെടുന്നത് സഹാബാക്കളിലേക്ക്. അദ്ദേഹം വീണ്ടും പറയാം, സലഫുകളുടെ കാര്യത്തെ നീ മുറുകെ പിടിക്കണം. ജനങ്ങൾ മുഴുവൻ നിന്നെ മാറ്റി നിർത്തിയാലും അകറ്റി നിർത്തിയാലും, ജനങ്ങൾ ആ നാട്ടിൽ തന്നെ ബഹിഷ്കരിച്ചു, പക്ഷെ നീ സലഫുകളെ മുറുകെ പിടിക്കണം. നീ നിന്നെ സൂക്ഷിക്കണം. വലിയ വലിയ നേതാക്കന്മാരുടെ അഭിപ്രായങ്ങളെയും ചിന്തകളെയും നീ സൂക്ഷിക്കണം. നമ്മുടെ സംഘടന നേതാവാണ്, നമ്മുടെ മറ്റേ നേതാവാണെന്നൊക്കെ പറഞ്ഞിട്ട് ഓരോരുത്തരും ഓരോന്ന് പറയുന്നത് അംഗീകരിക്കാനോ അതിന് കൊടിപിടിക്കാനോ അതിന് സിന്ദാബാദ് പറയാനോ അല്ല ഒരു സലഫി. മറിച്ച് ജനങ്ങളുടെ നേതാക്കന്മാരുടെ ആരുടെയും അഭിപ്രായങ്ങളെ നിങ്ങൾ സൂക്ഷിക്കണം, അവരുടെ ചിന്തകളെ നീ സൂക്ഷിക്കണം. അവർ നിനക്ക് എത്ര നല്ല മധുരമുള്ള ഭംഗിയുള്ള വാക്കുകളാണ് കാണിക്കുന്നതെങ്കിലും നീ സലഫുകളുടെ മാർഗത്തെ മുറുകെ പിടിക്കണം. എല്ലാം കെട്ടടങ്ങി ഹക്ക് വെളിവാകുന്ന ഒരു ദിവസം നീ അവരുടെ കൂടെ ആയിരിക്കും. എല്ലാ പൊടിപടലങ്ങളും അടങ്ങി, എല്ലാ ബഹളങ്ങളും കോലാഹലങ്ങളും അടങ്ങി, എല്ലാം ഒന്ന് വഴിതിരിച്ചു വരുന്നത് വരെ, എല്ലാം വെട്ടിത്തിരിഞ്ഞ് ഒരു പ്രകാശം വരുന്ന ഹക്ക് വെളിവാകുമ്പോ നീ അവരുടെ കൂടെ ആയിരിക്കും. അത് അലാ ത്വരീഖിൽ മുസ്തഖീം, അത് സിറാത്തുൽ മുസ്തഖീം എന്ന മാർഗമായിരിക്കും.
എത്ര നല്ല വാക്കുകളിലൂടെ നിന്നെ ഇതാക്കിയാലും തിരിഞ്ഞു നോക്കാൻ പാടില്ല. സലഫിന്റെ ആധാറുകളെ മുറുകെ പിടിക്കുക. وقال الإمام أبو إسماعيل الصابوني رحمه الله في عقيدة السلف أصحاب الحديث അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ അദ്ദേഹം പറയാം ويقتدون بالنبي وأصحابه الذين هم كالنجوم. അഹ്ലുസുന്ന ജമാഅത്തിന്റെ ആൾക്കാർ സലഫുകളിലേക്ക് ചേർക്കപ്പെടുന്നവർ അവർ പിൻപറ്റുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. വഅസ്ഹാബിഹി റസൂലിന്റെ സഹാബാക്കളെയാണ് അവർ പിൻപറ്റുന്നത്. അല്ലദീന ഹും കന്നുജൂം അവർ നക്ഷത്രങ്ങളെ പോലെയാണ് സഹാബാക്കൾ. ويقتدون بالسلف الصالحين من أئمة الدين وعلماء المسلمين. ആ സഹാബാക്കൾ കഴിഞ്ഞാൽ അവർക്ക് ശേഷമുള്ള ഈ ഉമ്മത്തിന്റെ ഇമാമുമാരാണ് അഹ്ലുസുന്നയുടെ ഉലമാക്കളെയാണ് നീ പിൻപറ്റുന്നത്. ويتمسكون بما كانوا به متمسكين من الدين المتين والحق المبين. നീ മുറുകെ പിടിക്കുന്നത് ഒരു കാലത്തും തെറ്റിപ്പോകാത്ത ബലവത്തുള്ള ഒരു ദീനിനെയാണ്, ഒരു മാർഗത്തെയാണ്. സലഫ് സാലിഹ്യങ്ങളെ നീ മുറുകെ പിടിക്കുന്നതിലൂടെ നീ പിടിച്ചെടുക്കുന്നത്. ഒരിക്കലും തെറ്റിപ്പോവുക എന്നുള്ള ഭയം നിനക്ക് വേണ്ട. സലഫ് സാലിഹ്യങ്ങൾ സന്മാർഗം സിദ്ധിച്ചവരാണ്. അവരെ മുറുകെ പിടിച്ചവരും അതേപോലെ സന്മാർഗം സിദ്ധിച്ചവരായിരിക്കും. وقال الإمام البربهاري رحمه الله في شرح السنة. ഇമാം ബർബഹാരി റഹിമഹുല്ലാഹ് ശർഹ് സുന്നഹ് എന്ന വളരെ പ്രസിദ്ധമായ ഒരു കിതാബുണ്ട് അദ്ദേഹത്തിന്. ആ കിതാബിൽ പറയാം والأساس الذي تبنى عليه الجماعة. സഹാബാക്കൾ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് അവരുടെ അടിസ്ഥാന കാര്യങ്ങൾ ഉണ്ടാക്കുന്നത് നിർമ്മിക്കുന്നത് വഹും അസ്ഹാബ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അവർ സഹാബാക്കളാണ്. സഹാബാക്കളെ മുൻനിർത്തിയാണ് അവർ ഓരോ കാര്യങ്ങളും പഠിക്കുന്നത്. വഹും അഹ്ലുസുന്നത്തി വൽ ജമാഅ. ആ സഹാബാക്കളാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅ. അപ്പൊ അവരെ പിടിക്കുന്നവരും അഹ്ലുസുന്നത്തി വൽ ജമാഅത്താണ്. ഫമൻ ലം യഖുദ അൻഹും ഫഖദ് ളല്ല വബ്തദഅ. ആരാണോ ആ സഹാബാക്കളിൽ നിന്ന് തെറ്റിപ്പോയത്, ആ സഹാബാക്കൾ എന്താണോ പറഞ്ഞത് അത് സ്വീകരിക്കാതെ പിൽക്കാലക്കാരിലേക്ക് ആരാണോ തിരിഞ്ഞത്, ഫഖദ് ഇബ്തദഅ വദല്ല. അവൻ വഴിപിഴച്ചവനാണ്, ബിദ്അത്ത് ഉണ്ടാക്കിയവനാണ്. വകുല്ലു ബിദ്അത്തിൻ ളലാല. എല്ലാ ബിദ്അത്തും ളലാലത്തും. നമ്മൾ ആദ്യം പറഞ്ഞു ക്ലാസിന്റെ ആരംഭത്തിൽ, ആരെങ്കിലും സഹാബാക്കളെ മുറുകെ പിടിച്ചാൽ, ഖുർആനും സുന്നത്തിനെ മുറുകെ പിടിച്ചാൽ അവൻ ഹിദായത്തിലായി. ആരാണോ ഖുർആനെയും സുന്നത്തിനെയും ആരാണോ ഒഴിവാക്കുന്നത്, പിന്നെ അവൻ ചെന്നെത്തുന്നത് ബിദ്അത്തിലേക്കാണ്. ഖുർആന്റെയും സുന്നത്തിന്റെ മാർഗം വിട്ട് എങ്ങോട്ട് തിരിഞ്ഞാലും ദലാലത്തിലേക്കാണ്. ഇതൊക്കെ ബിദ്അത്താണ്. നേരായ ഒരു മാർഗമുള്ളൂ, ഖുർആനും സുന്നത്തും സലഫു സാലിഹ്. അതിൽ നിന്ന് ആരാണോ തെറ്റിയത്, ഏത് മേഖലയിലാണ് തെറ്റിപ്പോയതെങ്കിൽ ബിദ്അത്തിലാണ്, ദലാലത്തിലാണ്. وأختم المقام بكلام حسن متين لشيخنا العلامة زيد بن هادي المدخلي. അദ്ദേഹം ഈ കിതാബ് ഭാഗം അവസാനിപ്പിക്കുന്നത് ഇമാം മദ്ഖലി റഹിമഹുള്ളയുടെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ്. അതിൽ അദ്ദേഹം പറയുന്നത് സലഫുകളെ പിൻപറ്റുക, ആ സലഫു സാലിഹ്യങ്ങളെ പിൻപറ്റുന്നതിൽ വലിയ ഇസ്സത്തുണ്ട്, അഭിമാനമുണ്ട്. ഒരിക്കലും തെറ്റിപ്പോവുകയില്ല എന്നുള്ളൊരു മനോധൈര്യം കിട്ടാനുണ്ട്. അല്ലെ, നമ്മൾ ആരെങ്കിലും മനുഷ്യന്മാരെ പിറകെ പോകുകയാണെങ്കിൽ ഏത് സമയത്തും അവിടെ പഴച്ചോ നമ്മളും പഴക്കും. അവിടെ എപ്പോഴും പേടിയായിരിക്കും മനസ്സിൽ. പക്ഷെ സലഫു സാലിഹ്യങ്ങളെ പിൻപറ്റുന്നവർ ഒരു പേടിക്കാവശ്യമില്ല. വളരെ ധൈര്യത്തിന്റെ ആളാണ്. കാരണം എന്താ, സലഫുകൾക്ക് ഒരിക്കലും പഴക്കൂല, അവർ ഒരിക്കലും തെറ്റിപ്പോകൂല. അതുകൊണ്ട് ഞാനും തെറ്റൂല എന്നുള്ള ഒരു ഉറപ്പിന്റെ വരെയിരിക്കുന്നത്. ഇതാണ് ഇത്രയും കാര്യങ്ങൾ പറയാനുള്ളത്. അടുത്ത പാഠം അദ്ദേഹം തുടങ്ങുന്നത് ഇതിന്റെ ഫضലാണ്, ശ്രേഷ്ഠതയാണ്. സലഫുകളെ പിൻപറ്റുന്നതിന്റെയും സലഫിയത്തിന്റെയും ഫളായിലുകളാണ് പറയാൻ പോകുന്നത്. ഇതും കൂടി കഴിഞ്ഞാല് നമ്മുടെ അടുത്ത 2 ക്ലാസ്സോടുകൂടി ഈ കിതാബ് കഴിയും. ഈ കിതാബ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് എന്ത് ചെയ്യുക, ശൈഖുൽ ഇസ്ലാം ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുള്ളയുടെ കിതാബ് തൗഹീദോ അല്ലെങ്കിൽ ഖവാഇദുൽ അർബഅ അങ്ങനെ ചെറിയ കിതാബ് എന്ത് ചെയ്യുക, ഇബാദത്തുമായി ബന്ധപ്പെട്ട തൗഹീദും ശിർക്കും പറയുന്ന കിതാബ് വായിക്കാം. ഇത് തുടങ്ങാം.
മനിൽതസമ സലഫിയ്യത്തൽ ഹഖ, ആരെങ്കിലും സലഫിയത്തിനെ മുറുകെ പിടിച്ചാൽ, ഐ അതായത് മൻഹജ സലഫ് ബിഹഖ്ഇൻ വസിദ്ഖ്, സലഫുകളുടെ മൻഹജ് ആരെങ്കിലും സ്വീകരിച്ചാൽ, ബിഹഖ്ഇൻ വസിദ്ഖ്, സത്യസന്ധമായിട്ട് ആരെങ്കിലും അത് സ്വീകരിച്ചാൽ, ഹസ്സലൽ ഖൈറ കുല്ലഹു, എല്ലാ ഖൈറുകളും അവൻ നേടിയെടുത്തവനായി, വഹസ്സല അജ്റൻ അദീമൻ വഫീറൻ കബീറ, വലിയ മഹത്തായ പ്രതിഫലത്തിന്റെ ഉടമയായി അവൻ. ലിഅന്നഹു, കാരണം തീർച്ചയായും അവൻ, ലസിമ ഹദിയ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അവൻ തിരഞ്ഞെടുത്തത്, അവൻ മുറുകെ പിടിച്ചത് അല്ലാഹുവിന്റെ റസൂലിന്റെ മാർഗമാണ്. വമിൻ തിൽകൽ ഫളാഇലി വൽ മനാഖിബ്, അദ്ദേഹം ഓരോ ഫضലുകളും ശ്രേഷ്ഠതകൾ പറയാം. ഒന്നാമത്തത് അന്നൽ മുൽതസമ ബിഹാ മുത്തബിഉൻ ലിൽ അംരി വൽ ഇലാഹി വഹാദാ മിമ്മാ യുഹിബ്ബുഹു അല്ലാഹു വയർദ, ആരെങ്കിലും സലഫുകളെ പിൻപറ്റുന്നുണ്ടെങ്കിൽ അത് അള്ളാഹുവിന്റെ കൽപ്പനയെ അംഗീകരിക്കലാണ്. കാരണം അള്ളാഹു, നമ്മൾ നേരത്തെ കുറെ ആയത്ത് ഓതിയല്ലോ, ആ ആയത്തിലൊക്കെ അള്ളാഹു പറയുന്നത് എന്താണ്? സഹാബാക്കളെ പിൻപറ്റാണ്, സലഫുകളെ പിൻപറ്റാണ്. അപ്പോൾ ഒരാൾ സലഫുകളെ മുറുകെ പിടിച്ചാൽ, അവരുടെ മനഹജ് സ്വീകരിച്ച് ആ മനഹജിനെ ഫോളോ ചെയ്താൽ അവൻ അള്ളാഹുവിന്റെ കൽപ്പനയെ അംഗീകരിച്ചവനായി. അദ്ദേഹം പറയാണ്, അള്ളാഹുവിന്റെ കൽപ്പനയെ അംഗീകരിച്ചവൻ, അത് അള്ളാഹു ഇഷ്ടമുള്ള കാര്യമാണ്. അള്ളാഹുവിന്റെ കൽപ്പന അനുസരിക്കുക, അള്ളാഹുവിന്റെ നിരോധനങ്ങൾ ഒഴിവാക്കുക എന്നുള്ളത് അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട കാര്യമാണ്. അപ്പൊ അള്ളാഹുക്ക് ഇഷ്ടപ്പെട്ട കാര്യം എന്താണ്? ഇബാദത്താണ്. അപ്പൊ സലഫ് മനഹജ് സ്വീകരിക്കൽ ഇബാദത്താണ്. അത് നമ്മള് ഇബാദത്ത് വേറെ, അത് വേറെ അല്ല. ഏത് മേഖലയിലും മനഹജ് സലഫ് തേടിപ്പോകുക, അത് അന്വേഷിക്കുക, അത് പിൻപറ്റുക എന്നുള്ളത് ഇബാദത്താണ്. അതിന്റെ പിറകെയുള്ള എല്ലാ ധ്വാനങ്ങളും ഇബാദത്തായിട്ട് പരിഗണിക്കുന്നു. കാരണം എന്താണ്? ഇബാദത്ത് എന്നാ പണ്ഡിതന്മാർ വിശദീകരിച്ചത്, ഇസ്മുൻ ജാമിഉൻ ലികുല്ലി മാ യുഹിബ്ബുഹു അല്ലാഹു വയർദ, അള്ളാഹു തൃപ്തിപ്പെടുന്നതും അള്ളാഹു ഇഷ്ടപ്പെടുന്നതുമായ എല്ലാ പ്രവർത്തനങ്ങൾക്കും ഇബാദത്താണെന്ന് പറയും. വയർദാഹു മിനൽ അഖ്വാലി വൽ അഫ്ആലി അൽ-ളാഹിറതി വൽ ബാത്തിന, നമ്മുടെ പ്രവർത്തനങ്ങളായാലും നമ്മുടെ വാക്കുകളായാലും ബാഹിറായിട്ട് പ്രകടമായതായാലും നമ്മുടെ മനസ്സിലുള്ളതാണെങ്കിലും അള്ളാഹു ഇഷ്ടപ്പെടുന്നതും തൃപ്തിപ്പെടുന്നതുമാണെങ്കിൽ അതൊക്കെ ഇബാദത്താണ്. അപ്പൊ ഒമൻ ബിനാഅൻ അലൈഹി, ഇത് വെച്ച് നോക്കുമ്പോൾ فمن التزم تلك الأوامر التي مرت معنا في وجوب اتباع السلف الصالح, സലഫുകളെ പിൻപറ്റണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ച ആയത്തുകൾ ഒരാൾ ഫോളോ ചെയ്താൽ, ആ ആയത്തനുസരിച്ചുള്ള സലഫുകളെ പിൻപറ്റിയാൽ, വഹുവ മുത്തബഉൻ ലിഅംരില്ലാഹി, കാരണം അവൻ അല്ലാഹുവിന്റെ കൽപ്പനയെ അനുസരിച്ചവനാണ്. വമൻ ഇത്തബഅ അംറല്ലാഹി, ആരെങ്കിലും അല്ലാഹുവിന്റെ കൽപ്പന അനുസരിച്ചിട്ടുണ്ടെങ്കിൽ, അഹബ്ബഹുല്ലാഹു, അല്ലാഹു അവനെ ഇഷ്ടപ്പെടും. ലിഅന്നഹു ലസിമ ശരീഅതഹു, അവൻ മുറുകെ പിടിച്ചത് അല്ലാഹുവിന്റെ ശരീഅത്തിനെയാണ്. നമ്മള് പറഞ്ഞു വന്നത്, ഈ സലഫിയത്ത് അതിനെ സ്വീകരിക്കുക, സലഫുകളുടെ മൻഹജ് സ്വീകരിക്കുക, അതിന് ധാരാളം ശ്രേഷ്ഠതകളുണ്ട്. ഒന്നാമത്തേതായിട്ട് അതൊരു ഇബാദത്താണ്. കാരണം സലഫി മൻഹജ് സ്വീകരിക്കുക, സലഫുകളെ അംഗീകരിക്കുക എന്നുള്ളത് അള്ളാഹു ഖുർആനിൽ കൽപ്പിച്ച കാര്യമാണ്. അള്ളാഹു കൽപ്പിച്ചൊരു കാര്യം ഒരാൾ അനുസരിക്കുമ്പോൾ അത് അള്ളാഹുവിന് ഇഷ്ടമുള്ളതും തൃപ്തിപ്പെട്ട കാര്യവുമാണ്. അപ്പൊ അള്ളാഹുവിന് ഇഷ്ടമുള്ള എല്ലാ കാര്യങ്ങളും അത് ഇബാദത്താണ്. അപ്പൊ അതൊരു ഇബാദത്തായിട്ട് തന്നെ നാം മനസ്സിലാക്കണം. രണ്ടാമത്തത്, ഒരാള് സലഫു സാലിഹീങ്ങളുടെ മാർഗത്തെ സ്വീകരിച്ചാൽ മുഹസ്സിലുൻ ലിൽ ഹിദായത്തി വസ്സലാമത്തി മിനൽ ളലാലി വസ്സൈഅ്, അവൻ ഹിദായത്ത് ലഭിച്ചവനാണ്, എല്ലാ ളലാലത്തിൽ നിന്നും വഴികേടിൽ നിന്നും സംരക്ഷിക്കപ്പെട്ടവനാണ്. വഹാദാ അംറുൻ ബയ്യിൻ, ഇത് വ്യക്തമായ കാര്യമാണ്. ദല്ല അലൈഹി ഹദീസു ജാബിർ റളിയല്ലാഹു അൻഹു ഇൻദ മുസ്ലിമിൻ ഫി സ്വഹീഹ്, ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിന്നും ജാബിർ റളിയല്ലാഹു ഉദ്ധരിക്കുന്ന ഹദീസ്,
ഖൗലുഹു സല്ലല്ലാഹു അലൈഹി വസല്ലം ഫി ഹജ്ജത്തുൽ വദാ. ഹജ്ജത്തുൽ വദാഇന്റെ സമയം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഖുതുബയിൽ പറഞ്ഞൊരു വാക്കാണ്, തറക്തു ഫീകും മാ ലൻ തദില്ലു ഇൻ ഇഅ്തസംതും ബിഹി കിതാബല്ലാഹ്. ഞാൻ നിങ്ങൾക്ക് അള്ളാഹുവിന്റെ കിതാബിനെ തന്നിട്ട് പോവുകയാണ്. മാ ലൻ തദില്ലു, നിങ്ങൾ വഴിവിടക്കുകയില്ല, നിങ്ങൾക്ക് വഴി തെറ്റിപ്പോവുകയില്ല, സിറാത്തുൽ മുസ്തഖീമിൽ നിന്ന് നിങ്ങൾ മാറിപ്പോവുകയില്ല. ഇനി അഅ്തസംതും ബിഹി, അതിനെ മുറുകെ പിടിക്കുന്ന കാലത്തോളം. അപ്പോ ഖുർആൻ ഒരാൾ മുറുകെ പിടിച്ചാൽ, സലഫുകൾ ഒരാൾ മുറുകെ പിടിച്ചാൽ, മാ ലൻ തദില്ലു, അവൻ വഴികേടിലാവുകയില്ല. കിതാബ് അല്ലാഹി, അത് അള്ളാഹുവിന്റെ കിതാബാണ്. അള്ളാഹുവിന്റെ കിതാബിൽ ഖുർആൻ അള്ളാഹു സലഫുകളെ മുറുകെ പിടിക്കാൻ പറഞ്ഞു. അപ്പൊ ഒരാള് സലഫുകളെ മുറുകെ പിടിച്ചാൽ ലൻ തദില്ലു, അവൻ വഴികേടിലാവുകയില്ല. വഅഖൂലു വമാദാ ഫീ കിതാബില്ലാഹ്, അള്ളാഹുവിന്റെ കിതാബിൽ എന്താണ്? അള്ളാഹുവിന്റെ കിതാബിനെ മുറുകെ പിടിക്കണം എന്നല്ല പറഞ്ഞത്. അപ്പൊ അള്ളാഹുവിന്റെ കിതാബിൽ എന്താണുള്ളത്? അൽ അംറു ബിത്തിബാഇർ റസൂൽ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റണമെന്ന കൽപ്പന ഖുർആനിലുണ്ട്. വസ്സലഫി സാലിഹ്, സലഫു സാലിഹീങ്ങളെ പിൻപറ്റണമെന്നൊക്കെ കൽപ്പന ഖുർആനിലുണ്ട്. കമാ മർറത് മഅന അൽ അദില്ലതു അലാ ദാലിക്, അതിന് കുറെ തെളിവുകൾ നാം നേരത്തെ ഉദ്ധരിച്ചു കഴിഞ്ഞു. ഖുർആനെ മുറുകെ പിടിച്ചാൽ വഴികേടിലാവുകയില്ല. ആ ഖുർആനിൽ എന്താണുള്ളത്? അള്ളാഹിന്റെ റസൂലിനെ മുറുകെ പിടിക്കണം, അള്ളാഹിന്റെ റസൂലിന്റെ സഹാബാക്കളെ മുറുകെ പിടിക്കണം എന്നുള്ളത്. വമിൻ ദാലിക ഖൗലുല്ലാഹ്, എന്നിട്ട് അദ്ദേഹം ഒരു ആയത്തും കൂടെ ഓതുകയാണ്, ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന ലിമൻ കാന യർജുല്ലാഹ വൽ യൗമൽ ആഖിറ വദക്കറല്ലാഹ കസീറാ. ആയത്ത് സൂറത്തുൽ അഹ്സാബിലെ 21-ാമത്തെ ആയത്ത്. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, അള്ളാഹുവിന്റെ റസൂലിൽ നിങ്ങൾക്ക് ഉദാത്തമായ മാതൃകയുണ്ട്. ലിമൻ കാന യർജുല്ലാഹ, ആർക്ക്? ലിമൻ കാന യർജുല്ലാഹ, അള്ളാഹുവിനെ ആഗ്രഹിക്കുന്നവർക്ക്. വൽ യൗമൽ ആഖിറ, ആഖിറത്തിൽ വിജയം ആഗ്രഹിക്കുന്നവർക്ക്. അള്ളാഹുവിന്റെ തൃപ്തിയും സ്നേഹവും ഇഷ്ടവും ആഖിറത്തിലുള്ള വിജയവും ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, വദക്കറല്ലാഹ കസീറ, അധികമായിട്ട് അള്ളാഹുവിനെ ഓർക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്കുള്ളതാണ് അള്ളാഹുവിന്റെ റസൂലിന്റെ മാർഗം. അവർക്കാണ് അള്ളാഹുവിന്റെ റസൂൽ ഉദാത്തമായ മാതൃകയായിട്ടുള്ളത്. അതുകൊണ്ട് ആഖിറത്തിന്റെ ആൾക്കാരായിട്ട് ജീവിക്കുക, സലഫുകളെ പിൻപറ്റുക. നമ്മുടെ ദേഹേച്ഛകൾക്ക്, നമ്മുടെ അഭിപ്രായങ്ങൾക്ക്, നമ്മുടെ ബുദ്ധിക്ക്, നമ്മുടെ നാട്ട്, അതിനൊന്നൊരു പിടുത്തം കൊടുക്കാതെ ഖുർആനെയും ഹദീസിനെയും അംഗീകരിക്കുക. ഫഹ്മു സഹാബ, സഹാബാക്കൾ എങ്ങനെയാണ് ഇത് രണ്ടും മനസ്സിലാക്കിയത്, പ്രവർത്തിച്ചത്, ആ രീതിയിൽ അതിനെ ഉൾക്കൊള്ളുക, മനസ്സിലാക്കുക, പ്രവർത്തിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സലഫിയത്തിൽ അടിയുറച്ചു നിന്ന് ദീൻ പഠിക്കാനും മനസ്സിലാക്കാനും നല്ല തൗഫീഖ് നൽകാൻ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് നമുക്ക് എന്ത് ചെയ്യാം, ബാക്കി അടുത്ത ക്ലാസ്സിൽ വായിക്കാം. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ